നീല ബ്ലൂ എന്ന ഈ സംരംഭം ഇന്നിപ്പോൾ ചിങ്ങം 1 ഓഗസ്റ്റ് 17 നമ്മൾ ഓപ്പൺ ചെയ്തത്. നീല ബ്ലൂവിൽ വന്നു കഴിഞ്ഞാൽ ഐ വിൽ സേ ദാറ്റ് യു വിൽ ഗെറ്റ് എ കളക്ഷൻ ഓഫ് സോ മെനി ബ്യൂട്ടിഫുൾ തിങ്സ് ഓൾ ഓവർ ഫ്രം ഇന്ത്യ. അതെല്ലാം നമ്മൾ ഹാൻഡ് വോവൺ ആയിട്ടുള്ളതും ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് എല്ലാം വെച്ചിട്ടുള്ളത്. തുണികൾ മാത്രമല്ല ഇവിടെ ഉള്ളത്, ജെൻസിനും ലേഡീസിനും ഉള്ള സാധനങ്ങളും കൂടി ഉണ്ട്. ഫുഡ് വെയർ ഉണ്ട്, ഹോം ലിനൻ ഉണ്ട്, റണ്ണിങ് ഫാബ്രിക് ഉണ്ട്, ബ്ലൂ പോട്രി ഉണ്ട്. അങ്ങനെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലൊരു സ്റ്റോറി ഉള്ള പോലത്തെ സ്പെഷ്യലി ക്യൂറേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് നീല ബ്ലൂവിൽ വെച്ചിട്ടുള്ളത്. അത് മാത്രമല്ല എല്ലാ റേഞ്ചിലുള്ള സാധനങ്ങളും ഇവിടെ അവൈലബിളും ആണ്. അതായത് ഫാഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്, ശരിയായാണ്. പക്ഷേ നമ്മളുടെ ഹാൻഡ് വോവൺ സാധനങ്ങൾക്ക്, അതായത് കൈത്തറി, അതിന് ഒരിക്കലും ഫാഷൻ പോവില്ല. ഇപ്പോൾ നമ്മൾ അമ്മമാരുടെ പട്ടുസാരി ആണെങ്കിലും അതിന് ഫാഷൻ പോവില്ല, അതെപ്പോഴും ടൈംലെസ് ആണ്. അതിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും ഡിസൈൻ ആണെങ്കിലും ഒതൻറ്റിക് ആയതുകൊണ്ടാണ്, മെഷീൻ മെയ്ഡായിട്ട് കോപ്പി ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഈ സാധനങ്ങൾ ടൈംലെസ് ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നീല ബ്ലൂവിന് ഈ സമയത്ത് പ്രസക്തി ഏറുന്നതും. നീല ബ്ലൂ എന്നുള്ള പേര് ചൂസ് ചെയ്യാനായിട്ട് 2 കാരണങ്ങളാണ്. ഞാൻ മദർ മേരിയുടെ ഒരു ഭക്തയാണ്. അപ്പോൾ ഞാൻ ആദ്യമായി തന്നെ തുടങ്ങുന്ന ഒരു സ്ഥാപനത്തിന് മദർ മേരിയുടെ ബ്ലെസ്സിങ്സ് വേണം, അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണം. അമ്മയുടെ നീല നിറമാണ് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നീല എന്നുള്ള പേര് ഓൾമോസ്റ്റ് ഓൾ ഇന്ത്യൻ ലാംഗ്വേജസിൽ സെയിം ആണ്. നീലം ആവും അല്ലെങ്കിൽ നീല തന്നെയാണ്. അപ്പോൾ ഇന്ത്യയുടെ എല്ലാ വശത്തുള്ള സാധനങ്ങളുടെയും ഒരു കളക്ഷൻ ആയിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പേര് നീല ബ്ലൂ എന്ന് തന്നെയല്ലേ വേണ്ടത്. ജോസ് ആലുക്കാസിന്റെ സൈഡിൽ നിന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രോത്സാഹനമാണ് കിട്ടിയിട്ടുള്ളത്. എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ ഏറ്റവും വലിയ ചിയർ ലീഡറിന് ഞാൻ എവിടെയും പറയും. കാരണം ഞാൻ പർച്ചേസിന് പോകുമ്പോൾ കുറേ സമയം എടുത്തിട്ടാണ് പോകേണ്ടി വരിക. നമുക്ക് വീവേഴ്സിനെ കാണണം, എല്ലാത്തിനും ടൈം എടുക്കും. അപ്പോഴൊക്കെ വർഗീസാണ് അതിന് മുൻകൈ എടുത്ത് അത് ചെയ്യേ എന്നുള്ള ആ ഒരു ധൈര്യം തന്നിട്ടുള്ളതും, 2 എക്സിബിഷൻ കഴിഞ്ഞ് സ്റ്റോറ് നീ ഇടണം എന്നുള്ളത് ഏറ്റവും കൂടുതൽ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് വർഗീസാണ്. അതായത് ഇതെല്ലാം നമ്മളുടെ പ്രീമിയം കാറ്റഗറിയിൽ വരണതാണ്. ഇതെല്ലാം ബനാറസി ഹാൻഡ് വോവൺ ആയിട്ടുള്ളതാണ്. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇത് പ്യുവർ ഗോൾഡൻ സെറി ബനാറസി ആണ്. അതിൻ്റെ ജാൽ വർക്ക് എന്നാണ് ഇതിന് പറയുക, ഓൾ ഓവർ ആണ്. അതോടൊപ്പം തന്നെ മീനാക്കാരി ബുട്ടാസും കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഇത് എഗെയിൻ ഇക്കട്ട് ഫ്രം പോച്ചാമ്പിള്ളിയാണ്, തെലങ്കാന എന്നുള്ളത്. ഇക്കത്താണ് നമ്മുടെ കൈത്തറി കസവ് പറയുന്ന പോലെ ഇക്കത്താണ് തെലങ്കാനയിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഓരോന്നും ഇതിനെ നമ്മൾ ഗംഗാ ജമുന ബോർഡേഴ്സ് എന്ന് പറയാ. ഇത് 2 കളേഴ്സ് ആയിട്ടാണ് 2 ബോർഡർ വരിക. അപ്പൊ നമുക്ക് തല തിരിച്ചും 2 ഡബിൾ പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് കൽക്കട്ടയത്തെ പ്യുവർ ടസറിൽ ഗോൾഡൻ സെറി ചെക്സ് വീവ് ചെയ്തിട്ടുള്ള സാരികളാണ്. ഇത് ഒരു സൈഡ് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇതുപോലെ കുറേ വെറൈറ്റി ഉണ്ട് നീല ബ്ലൂവില്. നമ്മൾ ജെൻസുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓർണമെന്റ്സ് ധാരാളമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കണ്ടംപററി സ്റ്റൈലിലുള്ളതുണ്ട്, ട്രഡീഷണൽ ആയിട്ടുള്ളതുണ്ട്. പിന്നെ ഓണത്തിന് നീല ബ്ലൂവിൻ്റെ സ്പെഷ്യൽ കളക്ഷൻസ് നമ്മൾ യങ്ങർ ക്രൗഡിന് വേണ്ടിയിട്ട് മോഡേൺ സ്റ്റിച്ചിങ്ങിലുള്ളതാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളുടെ അവിടെ സ്റ്റിച്ചിങ്ങും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജെൻസികൾക്ക് പറ്റുന്ന രീതിയിൽ ഡിസൈനർ വെയറും നമ്മൾ റെഡിമെയ്ഡ് കരുതിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വ്യാപിക്കാൻ ഐഡിയ ഉണ്ട്. പക്ഷേ ഞാൻ ജനിച്ചു വളർന്ന നാട് തൃശ്ശൂരാണ്. അപ്പോൾ എനിക്ക് തൃശ്ശൂരുകാരുടെ ടേസ്റ്റ് നന്നായി അറിയാം. കാരണം അവരെല്ലാത്തിൻ്റെയും ഫൈൻ ടേസ്റ്റ് ഉള്ള ഒരാൾക്കാരാണ് തൃശ്ശൂർ. അത് ഭക്ഷണമായാലും ശരി, സിനിമ ആയാലും ശരി, ഡ്രസ്സായാലും ശരി. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടും ഫസ്റ്റ് തൃശ്ശൂരിലാണ്. തൃശ്ശൂരിൽ വിജയിച്ചാൽ പിന്നെ എവിടെയും വിജയിക്കുമെന്ന് തോന്നുന്നു.
ഞാൻ ഈ നീല ബ്ലൂ ജേർണിയിൽ ഈ 10 സംസ്ഥാനങ്ങളിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഓരോ സാരിയുടെയും പിന്നിലുള്ള വർക്ക്. ഇപ്പൊ നമ്മൾ ബനാറസി സാരി എന്ന് മാത്രമേ അറിയുള്ളൂ, പക്ഷെ ബനാറസിൽ തന്നെ ഓരോ പെർട്ടിക്കുലർ വർക്ക് ചെയ്യണത് ഓരോ കമ്മ്യൂണിറ്റീസ് ആണ്. അവർ മാത്രമേ അത് ചെയ്യുള്ളൂ. അപ്പോൾ അവര് മറ്റുള്ളവരെ കൺസിഡർ ചെയ്തിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കാണെങ്കിലും അതിൻ്റെ വരുമാനം പോവണ്ട എന്ന് വെച്ചിട്ട് അവരത് ചെയ്യാതിരിക്കണത്. അതുപോലെ ഉള്ള ഓരോ ആർട്ടിസൻസ് ഉണ്ട്. അപ്പോൾ നീല ബ്ലൂവിന് ഇപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഏറ്റവും ചുരുങ്ങിയത് ഒരു ഐറ്റത്തിന് 2 വീവേഴ്സിനെ നമ്മളുടെ സ്വന്തമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അവരെ സംബന്ധിച്ച് വലിയൊരു ഹെൽപ്പ് ആവുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവർ ഗ്രാമങ്ങളിലാണെങ്കിലും അവരും ഇൻസ്റ്റാഗ്രാമും എല്ലാം നോക്കിയിട്ട് എനിക്ക് കോൾസ് വരുന്നുണ്ട്. ദേ ആർ സോ ത്രിൽഡ്. ജ്വല്ലറിയിൽ നമ്മൾ ലെജൻഡറി ആയി കഴിഞ്ഞു. അതുമാത്രമല്ല, നമ്മളുടെ കുടുംബത്തിൽ നിന്ന് ഒരു ലേഡി ആയിട്ട് നമ്മൾ തുടങ്ങി വെക്കേണ്ടതാണ്. അപ്പോൾ അതേ ഫീൽഡ് പിടിക്കാതെ സ്വന്തം പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ഇഷ്ടമെന്ന് കൂട്ടാം. വിമൻ ഓൺട്രപ്രണർ ആവുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ആരും അത്ര കാര്യമായിട്ട് എടുക്കില്ല. പെണ്ണുങ്ങള് ഒരു 10 കാര്യം ചെയ്താലാണ് ആണുങ്ങൾ ഒരു പ്രാവശ്യം ചെയ്യണ അത്രേൻ്റെ വാലിഡേഷൻ കിട്ടുള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനത് ശ്രദ്ധിക്കാറില്ല. ആ ഒരു ഇതല്ല, എൻ്റെ വർക്ക് എൻ്റെ മാക്സിമത്തിൽ ഞാൻ ചെയ്തുകൊണ്ട് പോവും. അപ്പോൾ തനിയെ അതിൻ്റെ റിവാർഡ്സ് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 10 കൊല്ലത്തിന് ശേഷം നീല ബ്ലൂവിനെ എവിടെ പ്ലേസ് ചെയ്യണമെന്നൊന്നും ഞാൻ ശരിക്കും പറഞ്ഞാൽ ആലോചിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇനിയുള്ള കാലത്ത് ഇങ്ങനെയുള്ള ഹാൻഡ് വോവൺ ഒതന്റിക് കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രസക്തി ഏറണേന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബാക്കി എല്ലായിടത്തും കിട്ടും. ഇപ്പൊ നിങ്ങൾ വലിയ ബ്രാൻഡുകൾ പറയുകയാണെങ്കിൽ അത് യു ക്യാൻ ഗെറ്റ് എനിവർ ഇൻ ദ വേൾഡ്. പക്ഷെ നമ്മളുടെ പോലെയുള്ള ഇന്ത്യൻ ഒതന്റിക് ആയിട്ടുള്ള സാധനങ്ങളുടെ പ്രസക്തി ഇനി കൂടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ അതായത് ഓർണമെന്റ്സും ഫുഡ്വെയറും ഈ ക്ലോത്തിങ് ബ്രാൻഡിനോട് വെക്കാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് ചിക്കൻകാരി വർക്കാണ്. അപ്പൊ ഈ ചിക്കൻകാരി വർക്കിന് ഞാനൊരു നോർമൽ ചെരുപ്പിട്ടാൽ അതിൻ്റെ സ്റ്റൈല് മാറിപ്പോവും. അപ്പൊ ഇതേ പേസ്റ്റൽ ഷെയ്ഡിൽ ഇതുപോലെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഫുഡ്വെയർ ആണ് ഇടണമെങ്കിൽ അതിൻ്റെ എലഗൻസ് കൂടും. അതുപോലെ തന്നെ ഓർണമെന്റ്സും ഇതിനോട് ചേർന്നതായിട്ടാണെങ്കിൽ അപ്പോൾ എല്ലാത്തിനും ഒരു സ്ഥലത്ത് വന്നാൽ എല്ലാം ക്യൂറേറ്റ് ചെയ്ത് നമുക്ക് കിട്ടും.